സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു നൈറ്റിയുടെ ബിറ്റായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാട്ടെ. ചുരിദാറായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രിൻസസ് കട്ട് ചുരിദാർ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളതിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാലൻസ് വന്ന തുണി വെച്ചിട്ട് നമ്മൾ 2 ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നൊരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മീറ്റർ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. 3.10 ഉണ്ടായിരുന്നു ഈ ഒരു മീറ്ററായിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളതാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും നമുക്ക് ഇതുണ്ട് വരുന്നുണ്ട്, ഈ ഒരളവിലാണ് വരുന്നത്. ഇപ്പോൾ 32 ഇഞ്ച് തടാണ് ഉള്ളത് കേട്ടോ. 32 ഇഞ്ചാണ് തടമുള്ളത്. 3.10 ഉണ്ടായിരുന്നു ഈ ഒരു ചുരിദാറിൻ്റെ നൈറ്റിൽ ഫിറ്റ് വന്നിട്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വശം ഉള്ളോട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടം വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനാണ് വൈഡ് കൂടുതൽ കിട്ടുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിൽ മാക്സിമം കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 21 ഇഞ്ചാണ് മാക്സിമം കിട്ടുന്നത് കേട്ടോ. ബാക്കി വെച്ചിട്ട് നമുക്ക് വേറെ ഐഡിയ കൂടി ചെയ്യാം കേട്ടോ. അത് പറഞ്ഞുതരാം. അപ്പൊ നമ്മളത് 4 ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത് സാധാരണ നമുക്ക് ചുരിദാറിനൊക്കെ ഷോൾഡർ കൊടുക്കുന്നത് പോലെ നമ്മളൊരു 6.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്. 6.25 ഇഞ്ച് ഷോൾഡറുള്ള ഒരാൾക്കാണ് എടുക്കുന്നത്. എടുക്കുന്നത് 6.5 ഇഞ്ച് അളവുള്ള ഒരു വ്യക്തിക്കാണ് എടുക്കുന്നത് ഷോൾഡർ വരുന്നത്. അപ്പം നമുക്ക് നോർമലി നമുക്ക് ചുരിദാറിൻ്റെ നെക്കിൻ്റെ വൈഡ് വരേണ്ടത് സാധാരണ രീതിയിൽ മാക്സിമം വൈഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും 3.5 വരെ മാക്സിമം എടുക്കാവുന്നത്. അതിനുശേഷം നോർമൽ നെക്ക് കിട്ടാം. അത് ഡബിൾ നെക്ക് അല്ല പറയുന്നത്, സാധാരണ നോർമൽ നെക്ക് 3.5 വരെ മാക്സിമം എടുക്കാവുന്ന ഒരളവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അളവ് കഴിഞ്ഞ ശേഷം 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 4 ആവും. ഓക്കെ, ഇവിടെ ഈ അളവ് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് ആണ് നമുക്കത് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ ഇതാണ് പോയിന്റ് ആയിരുന്നത്. ഫസ്റ്റത്തെ നമുക്ക് ഇവിടുത്തെ നെക്കിൻ്റെ വൈഡായിരുന്നു. ചുരിദാറിൻ്റെ നെക്കിൻ്റെ വൈഡ് ഇവിടം വരെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു 4 ഇഞ്ച് ഒരു പോയിന്റ് പുറത്തോട്ട് കൂട്ടിയെടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഒരു 6.5 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇങ്ങനെ നന്നായി കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. കുഴിച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മാക്സിമം എത്രയാണോ വൈഡ് കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയിൽ മെറ്റീരിയലിൽ ആകെ കിട്ടുന്നത് 9.25 ഇഞ്ചാണ് കിട്ടുന്നത്. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽക്കുമ്പോൾ പോകും. 8.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അളവ് കേട്ടോ. ഇങ്ങനെ ഈ അളവിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. അതിന് വരച്ച ശേഷം നമുക്കൊരു 12 ഇഞ്ചിൽ പിന്നെ ഒരു ഇവിടെ നിങ്ങളുടെ സ്ലിറ്റ് ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഞാനൊരു 16 ഇഞ്ചിൽ എടുക്കുന്നുണ്ട് കേട്ടോ. 16 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. കാരണം ചുരിദാറിൻ്റെ സ്ലിറ്റിനേക്കാൾ സ്വല്പം ഒന്ന് കയറിയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഉള്ളിലിടുന്ന ഒരു പാർട്ടായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, അത് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുറത്തേക്ക് കാണും. അത് 1 ഇഞ്ച് കയറ്റിയിട്ടാണ് എടുക്കേണ്ടത് പെറ്റിക്കോട്ടായിട്ട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ചാണ് നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതിന് മാക്സിമം ഈ ഒരു അളവിലൂടെയാണ് നമ്മൾ തയ്ച്ച് വരേണ്ടത്. ഒരു 1/2 ഇഞ്ചിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടേക്ക് നമുക്ക് ഇവിടുത്തെ അളവുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ അളവ് നമ്മുടെ എത്രയാണോ ആ ഒരു അളവ് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എത്രയാണോ ഷേപ്പിൻ്റെ വണ്ണം എന്ന് വെച്ചാൽ ആ ഒരു അളവ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഇവിടെ ഒരു തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ എടുക്കുക കേട്ടോ.
അതിനുശേഷം ഇതിൻ്റെ ഈ തെറ്റ് ഭാഗത്തു നിന്നുള്ള അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന മാക്സിമം അളവ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു അറ്റത്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വല്പം സ്ലിറ്റ് ഇടാനായിട്ട് ഈ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ട്. ഓക്കെ, 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഈ ഒരു ഭാഗം ഞാൻ കണ്ടോ ഒപ്പല്ല, ബാലൻസ് വരുന്നതാണ്. ഒരു സൈഡ് മാത്രമായിട്ട് കൂടി നിൽക്കുന്നതാണ് കണ്ടോ. ബാക്കിയൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ സ്ലിറ്റ് ഇടാനായിട്ട് ഒരു ഓപ്പണിങ്ങിന് ഇവിടെ 1 ഇഞ്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു ഈ ഒരു ഷേപ്പിലേക്ക് ഒട്ടിച്ചു. ഇതിവിടെ നിന്ന് വളരെ കുറച്ചായിട്ട് താഴത്തേക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെയാണ് മാക്സിമം വൈഡ് ഉണ്ടായിരുന്നത് അല്ലേ, ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത്, സാധാരണ എത്രയാണോ നമ്മൾ ചുരിദാറിനൊക്കെ എടുക്കുന്നത് ആ ഒരു അളവിനെക്കാട്ടിലും ഒരു ഫ്രണ്ട് നെക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇറക്കി എടുക്കണം. പൊതുവെ നോർമലി നമ്മൾ ഒരു 5 ഇഞ്ച് എടുക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇറക്കി എടുക്കണം, ഒരു 6 ഇഞ്ച് എടുക്കണം. ഓക്കെ, രണ്ട് ഭാഗവും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5.5 ഇഞ്ചിൽ ചെയ്തെടുക്കാം. ഓക്കെ, രണ്ട് ഭാഗത്തേക്ക് ഈക്വലായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു അളവ് ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, അളവിനാണ് വരുന്നത്. ഇത് നമുക്ക് കഴുത്ത് നമുക്ക് വൈഡ് കൂട്ടിയും കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും, അങ്ങനെ ആക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് ഭാഗം ഉണ്ടാക്കിയത് ഇതൊരു 6 ഇഞ്ചിലുള്ള നമ്മൾ തയ്ച്ചു പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ സ്ലിറ്റ് ഇടുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോൾഡർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഷോൾഡർ ആദ്യമേ ജോയിൻ ചെയ്യണം. വെറുതെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കർവിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ചെറുതായിട്ട് കേട്ടോ, ഇങ്ങനെ ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്കിത് കർവ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറയ്ക്കാവുന്നതാണ് നെക്കിന്. നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരുപാടാവരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ച് വരാൻ എളുപ്പമുണ്ട്. നേരിയ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവ് അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു ചെറിയ അളവിൽ കേട്ടോ, ഈ ഒരു സൈഡിൽ കർവിൽ വരുന്ന ഒരു ഭാഗത്ത് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ കർവിൽ വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ വരില്ല. ഓക്കെ, അങ്ങനെ കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഷോൾഡർ ആദ്യം രണ്ട് ഷോൾഡർ ഇതുപോലെ തയ്ച്ച ശേഷം നെക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ചസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ഇവിടെ നിന്നുണ്ടല്ലോ ഈ 1/2 ഇഞ്ചസ് കാണിച്ചുള്ളതിൽ ആക്കിയിട്ട് ഇവിടെ വരെ ആക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു ലെവലിലേക്ക് വന്നിട്ട് തയ്ച്ച് നിർത്താം.
ഈ ഒരു പോയിന്റിലേക്ക് വന്ന് തയ്ച്ച് നിർത്താം. ഇവിടെ വെച്ചിട്ട് തയ്ച്ച് നിർത്താം. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വിട്ടിട്ടാണല്ലോ നമ്മൾ തയ്ക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മൾ തയ്ച്ച് നിർത്താം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് സ്ലിറ്റ് തയ്ക്കുക. സ്ലിറ്റ് തയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ എന്തെങ്കിലും കൊടുക്കാം. ഇത് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണിക്കാൻ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കാൻ ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ലിറ്റ് തയ്ക്കുന്നത് മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പിന്നെ ഈ ഭാഗം കാണിക്കേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ സൈഡ് ഭാഗം ഷേപ്പ് ചെയ്യുന്നത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കിയോ കേട്ടോ, അറിയാത്തവർക്കായിട്ട്. അപ്പോൾ ഈ സ്ലിറ്റ് തയ്ക്കുന്നത് കാണിക്കുന്നില്ല, അപ്പോൾ ആ വീഡിയോ ഇതിലത് കൊടുക്കാം, ഈ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡ് തയ്ക്കുന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾ താഴെ ഭാഗം മടക്കി തയ്ക്കാം. അത് തയ്ച്ചിട്ട് വരാം. നമ്മളിങ്ങനെ 1 ലെയറിലാണ് തയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ലെയർ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കർവ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഷേപ്പായിട്ട് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെയറിൽ ആദ്യം തയ്ക്കണം. അതിനുശേഷം എഗെയിൻ വീണ്ടും ഇത് ഒന്നും കൂടി ഫോൾഡ് ചെയ്യും. ആ ഒരു കാര്യം കൂടി ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാണ്, കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞ് ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടോ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഇത്രയും ചെറിയ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കണ്ടോ ചെറിയ രീതിയിൽ തന്നെ കറക്റ്റ് കർവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഐഡിയ നമ്മൾ തയ്ക്കുന്ന സമയത്ത് പറഞ്ഞ ആ ഒരു ഐഡിയ ചെയ്താൽ വേണ്ടിയിട്ട് 2 ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ഐഡിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. ഈ ഭാഗത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബാലൻസ് ഉള്ള അത് വെച്ചിട്ട് അടുത്തൊരു സംഭവം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം. എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.